ഒരു കാര്യം അറിഞ്ഞു. എന്നെ ഒരുത്ത ഇത്രയും നേരം ഓട്ടിച്ച് ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം എന്നെ വെട്ടിച്ച് ഞാൻ 2 തുണികൾ കഴുകാൻ സർഫിലൊക്കെ മുക്കി വെച്ച് പിന്നെ 5-6 ഇത് ഈ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വെയിൽ, ചെറിയൊരു വെയിലുണ്ട്, അപ്പോൾ ഒന്ന് വെയിലത്ത് വിടാം എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഈ ദ്രോഹം ചെയ്തത്. അവരുടെ കണ്ണുകൾ നോക്ക്, ഈ കള്ളത്തരം കാണിച്ചിട്ട് ഇരിക്കണത്. ഇപ്പോൾ വല്ലവിധന് അവൻ്റെ ഫുഡും കൊണ്ട് ഓടി. ഞാൻ ഇതും കൊണ്ട് ഓടി. ഇതൊന്നും കണ്ടിട്ട് ഇപ്പം വരൂല കേട്ടാ. ഞാൻ ഇത് കാണിക്കുമ്പോൾ തുള്ളി തുള്ളി കൂടുതൽ ഓടിയവൻ. അത്ര കള്ളത്തരം കാണിച്ചു കളഞ്ഞേ. ഇപ്പം ഇവിടെ ഈ മെത്തയിൽ കിടക്കണ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ബെഡ്ഷീറ്റൊന്നും ഇങ്ങനെ വിരിച്ചതേ ഉള്ളൂ. വിരിക്കാൻ അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ. ഇവൻ ചെയ്ത വേല. ഇവനെ എന്നെ ഇട്ട് ഓടിച്ചത് മതിയായില്ലല്ലേ? നിന്നെ ഇന്ന് കുളിപ്പിച്ച് ഇതിൻ്റെ പ്രതികാരം തീർക്കും. നീ എവിടെയെങ്കിലും വെളിയിൽ ചാടിയാൽ ഉടനെ കുളിപ്പിക്കൂ എന്നുള്ള ഒരു പേടി നിനക്ക് വേണം. നോക്കിക്കോ, നിന്നെ ഞാൻ ഇന്ന് കുളിപ്പിക്കണത്. ഇനി പുറത്ത് ചാടിയാൽ അമ്മ കുളിപ്പിക്കും ശിക്ഷയായിട്ട് എന്ന് നീ വിചാരിക്കണം. 5-6 ദിവസം കുളിച്ചിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഗുണ്ടു കുളിക്കാൻ നിന്ന് തരുന്നുണ്ട്. ചാടിക്കറ താഴെ ഇല്ല. അവൻ്റെ ബോളും വേണം, അവൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓടിപ്പോവാനൊക്കെ നോക്കുന്നുണ്ട്. ബാലവിടെ എവിടെ സത്യം പറഞ്ഞാൽ അവൻ ഓടിപ്പോയത് കൊണ്ട് കുളിപ്പിച്ചതല്ല കേട്ടോ. ഇന്നലെ മുതലേ പറയുന്നു ഇളയവള്, അമ്മ കുളിപ്പിക്കാറായെന്ന്. ഒരാഴ്ചയോളമായി കേട്ടോ അവനെ കുളിപ്പിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ അവൻ ഓടിപ്പോയിട്ടൊന്നും അല്ല. മാസത്തിലൊരിക്കലാണ് കുളിപ്പിക്കേണ്ടത്. അയ്യടാ, ആഴ്ചയിലൊരിക്കലെങ്കിലും കുളിപ്പിക്കണം. ഇതിപ്പോ ഒരു ഏകദേശം 7-8 ദിവസമായി കുളിപ്പിച്ചിട്ടല്ലേ? അതെ, നല്ല ലേറ്റായി. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുളിപ്പിക്കണമെന്നാണ്. പക്ഷെ ഈ ആഴ്ച കുളിപ്പിച്ചില്ല. ഇവൻ വീട്ടിൽ കിടക്കണോണ്ട് വലിയ അഴുക്കൊന്നും ആവത്തില്ല. പൊടിയോ അങ്ങനെയൊന്നും ഇല്ല. പൊടിയുണ്ട്, റോഡിന്റെ പൊടി. ഇപ്പൊ ഇങ്ങനെ ഇത് ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം പൊടിയില്ല. അങ്ങനെ ഇതൊന്നുമല്ല കഥ, ഇവിടെ തീരുന്നില്ല. ഇവൻ്റെ ഒളിച്ചോട്ടം വീണ്ടും ഉണ്ട്. രാവിലെ എന്നെ കുറേ ഓടിച്ച് കഷ്ടമൊക്കെ പെടുത്തി കുളിപ്പിച്ച ഇപ്പം നല്ല സുന്ദരനായല്ലേ? ചുട്ടുമണിയായി. എൻ്റെ ചുറ്റുമണി, എൻ്റെ ശുണ്ടാപ്പിയാണ്, എൻ്റെ ശുണ്ടാപ്പി. അങ്ങനെ ചക്കരയായി. എന്ത് സത്യം പറഞ്ഞാൽ കുളിപ്പിച്ച് കഴിയുമ്പോൾ എവിടെ കിടക്കണ അഴുക്കൊന്തോ. അഴുക്കില്ല, പക്ഷെ അവ അങ്ങ് നല്ല സുന്ദരനാകുന്നുണ്ടല്ലേ? നല്ല വെളുത്ത് സുന്ദരനായി. യവൻ ആരെയാണ് നോക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇത്രയും ഉയരം നിന്നും കൊണ്ട് കൊണ്ടുവന്ന് വിളിച്ചോക്ക്. ഗൈസ്, അങ്ങനെ ബസ് ഇറങ്ങി ഇവിടെ എത്തി. അവിടെ ഒരാളിരിക്കും, നോക്ക്. ഗുണ്ടേ, ഗുണ്ടേ, ഗുണ്ടൂസേ, ഗുണ്ടേ. തുറക്കണ്ടടേ, തുറക്കണ്ട. ഓടിക്കളയല്ലേ, ഇപ്പൊ ഓടിയിട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അയ്യോ, എന്തോന്നു ജയിൽപ്പുള്ളിനെ കിട്ടി. അയ്യോ, പോണ വഴിക്ക് പിന്നെ ഒരു തുണി വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എത്ര ദൂരം അവനെ ഞാൻ തൂക്കിയെടുക്കും? അതുകൊണ്ട് ഞാനൊരു കയറൊക്കെ വെച്ച് പോയല്ലേ ഇറങ്ങി കിട്ടുമെന്ന് വിചാരിച്ചു പോയി. അവനൊരു കമ്പെടുത്ത് ഒരു അടി കൊടുക്കട്ടെ. നിങ്ങൾ ആരും ഒന്നും പറയില്ലേ, അവനൊരു അടി കൊടുക്കണം. അടി കൊടുക്കണമെന്ന് വെച്ചാ വേണോ അടി? നീ വീട്ടിൽ നിന്ന് ഇറങ്ങൂടാ, ഇറങ്ങൂടാ, ചെടി
കാല് മൊത്തം ചെളിയാ. നീ വീടിനകത്ത് കയറി നല്ല അടി തരും. എല്ലാം കഴുകി കുളിപ്പിച്ചിട്ടല്ല അത് നീ വീട്ടിൽ കയറും. ല്ലോ ചേച്ചിയോ ഞാനോ ഉണ്ടെങ്കിൽ അകത്ത് കയറി ആ കൂട്ടത്തിൽ പകൽ ഓടി വരണത്. ഇതാ ചട്ടിയും കലവും കമന്നും അതുപോലെ കിടക്കണം. ഇങ്ങനെ കിടന്നാൽ മതി. ഇനി ആരും നിൻ്റെ കൂടെ കൂടുകയില്ല, മിണ്ടയില്ല. നീ ഇവിടെ ഇരുന്നാൽ മതിയേ. ആരും കൂടൂല. നിൻ്റെ സ്നേഹവും വേണ്ട. നീ ഇവിടെ കിടന്നാൽ മതി. നമ്മൾ ഇത്രയും ദൂരം ഓട്ടിച്ചല്ല. ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നേ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അമ്മയെ ഓട്ടിക്കേണ്ട, ഇനിയെങ്കിലും പിടികൊടുക്കാം എന്ന് നിനക്ക് തോന്നിയില്ലല്ല. അപ്പം നമ്മളെക്കാളും വലുത് നിനക്ക് പുറം ലോകത്ത് വിരസി നടക്കാനല്ലേ. നമ്മൾ വെറുതെ നിന്നെ സ്നേഹിച്ചിട്ട് എന്തൊരു കാര്യം? നിനക്ക് നമ്മളെയൊന്നും അല്ലല്ലോ ഇഷ്ടം. അപ്പം നീ ഇവിടെ ഇരുന്നാൽ മതി. എന്തിനു നോക്കണത്? ആ കൊതുക് കടിക്കാനാ? ശരി, നിനക്ക് കൊതുകൊക്കെ അല്ലേ വലുത്. നമ്മൾ ഈ കിടന്ന് പറയുമ്പോൾ നിനക്ക് കൊതുക്, ഈച്ച ഇതൊക്കെയാണ് വലുത്. ഇങ്ങനെ ഒരു നാണമില്ലാത്തവൻ വേണ്ട. അമ്മേരെ വഴക്ക് കേൾക്കട്ടെന്ന് പറഞ്ഞ് കള്ള ഉറക്കം അഭിനയിക്കണവൻ ഇത്രയും നേരം കൊതുകും പിടിച്ചുകൊണ്ടിരുന്നവനാണ്. ഓ എത്ര കുണ്ടണി കാണിച്ചാലും സ്നേഹിക്കാൻ ചേച്ചിയുണ്ടല്ല, ചേച്ചിമാരുണ്ട്. ഓ എൻ്റെ പൊന്നാ, ഇറങ്ങി പൊക്കോടെ ഇവിടെന്ന്. ഇനി എൻ്റെ കൺമുന്നേ കണ്ടുപോലെ. ഓ എങ്ങനെ പറഞ്ഞു ഇറങ്ങി പൊയ്ക്കാണോ? ഇറങ്ങി പൊയ്ക്കാണോ? നീ ഇവിടെ ഇനി കണ്ടുപോരുത്. പിന്നെ എന്നെ ഇട്ട് ഓട്ടിച്ചതും പോരാ ഒന്നോ. ഗൈസ്, ഇത് ഇന്നലെയൊക്കെ അമ്മ ട്രെയിൻ ചെയ്ത് അവനെ പുറത്തിങ്ങനെ ഇങ്ങനെ ബെൽറ്റ് ഇല്ലാണ്ടോ അങ്ങനെ ചങ്ങലില്ലാണ്ടോ നമ്മളെ കൂടെ നിൽക്കുമെന്നറിയാൻ വേണ്ടി അമ്മ പരീക്ഷിച്ച് ഇന്ന് പ്രാവർത്തികമാക്കിയ കാര്യമാണ് ഓടിയത്. അന്ന് ഞങ്ങള് ഓടി. അപ്പോഴേക്കും ഞാനും ശ്രീകുട്ടിയും കൂടി പോണെന്നും ബാഗ് പോലും തറയിൽ വെക്കാണ്ട് ഇവന്റെ ഓടി. അവസാനം ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് അയ്യോ എന്റെ അമ്മാമ്മയുടെ വീട്ടില് എത്തി കേട്ടോ. അങ്ങനെ വീട്ടിനകത്ത് എവള് ഓടും പോലെ വീട്ടിനകത്ത് അമ്മാമ്മയുടെ വീട്ടിൽ കയറും പോലെ ഒറ്റ ഓട്ടത്തിൽ വീട്ടിൽ കയറണ പോലെ കയറി. ഞാൻ ഓടണ കണ്ടപ്പോ ഞാൻ എവിടെയോ പോണ്, എന്നെ ഇനി പിന്തുടർന്ന് എന്റെ കൂടെ വരണമെന്നും പറഞ്ഞ് ഓടി വന്ന് അവസാനം ഞാൻ വീട്ടിനകത്ത് ലോക്ക് ചെയ്തിട്ട്. പിന്നെ അമ്മ വന്നു എടുത്തോണ്ട് പോന്നു. ബെൽറ്റ് മറ്റു ചങ്ങലയൊന്നും ഇല്ലാത്തോണ്ടായിരുന്നു. പിന്നെ ഒരു കുറേ ദൂരം എടുക്കും, എന്നാലും തറയിൽ നിർത്താൻ വേണ്ടി ഒരു ഇത് വേണമല്ലോ. അതിനാണ് ഞാൻ പിന്നെ ഒരു തുണിയിലെ ഒരു കുറച്ച് പീസ് എടുത്ത് കെട്ടിക്കൊണ്ടുപോകും. ഇതൊക്കെ കണ്ടോ ഗൈസ്? ഇത് ഇന്നലെ അമ്മ ഇവനെ പഠിപ്പിച്ചതാണ്. ഗേറ്റ് തുറന്നിട്ടാ ഇറങ്ങാൻ പാടില്ല, അമ്മ കൂടെ നിൽക്കുമ്പം നടന്നു വരാവൂ. അവസാനം ഇന്ന് അമ്മ നടന്നു പോയി, ഗുണ്ടു ഓടിപ്പോയി. ഒന്നല്ല 2 പ്രാവശ്യം. രാവിലെ അടി കൊടുക്കാത്ത തന്നെയാണ്. മര്യാദക്ക് രാവിലെ ഓടിപ്പോയി. അധികം കുറേ ദൂരം ഓട്ടിച്ചെങ്കിലും കിട്ടി. പക്ഷേ അപ്പോഴും എൻ്റെ അടി കൊടുത്തിരുന്നെങ്കിൽ ഇതേപോലെ ഉച്ചയ്ക്ക് ചേച്ചി വന്നപ്പോഴും ഓടുമായിരുന്നു. ഇവന്റെ ഈ ചിരിയും സന്തോഷവും കാണുമ്പോ എങ്ങനെ ഗൈസ് അടി കൊടുക്കാൻ തോന്നും? നമ്മളാണ് ഓടി തളർന്നത്, എന്നിട്ട് റെസ്റ്റ് എടുക്കുന്നത് അവനും. ഇനി നമ്മളെ ഓട്ടിക്കാൻ ഇവിടെ ഒരു സ്ഥലവും ഇല്ല. നമ്മൾ അമ്മാമ്മയുടെ വീട് വരെ ഓടി ഗൈസ്. എന്നിട്ട് അവ കടന്ന് സ്ട്രൈറ്റ് ആയിട്ടല്ല ഓടുന്നത്. ഞാൻ ഒരിടത്ത് ബ്ലോക്ക് ചെയ്യും, വേറെ സ്ഥലത്തൂടെ അവൻ എങ്ങനെ എന്നുവെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുമ്പോ ആ സ്ഥലത്ത് പോകില്ല, പിന്നെ വേറെ സ്ഥലത്തോടും. അങ്ങനെ ഓട്ടിച്ച് എന്റെ ഒരു ആ വയൽ ഫുള്ള് നമ്മൾ ഓട്ടിച്ചു. എന്നിട്ട് നമ്മുടെ പുതിയ വോയിസ് എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ്. നിങ്ങൾക്ക് അത് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമുക്കായാൽ ഭയങ്കര സന്തോഷം. കാരണം എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം എഴുതാൻ വയ്യ, സംസാരിച്ച് അമ്മ കമന്റ് എഴുതാണ്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാനും അറിയില്ല. നമുക്കിത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞൂടാ. സത്യം പറഞ്ഞാ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ കൂടുതൽ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വോയിസ് ഇട്ട് നമുക്ക് സംസാരിക്കുമ്പം നിങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ്, സംസാരിക്കും പോലത്തെ ഒരു ഫീലായി. പിന്നെ നമ്മുടെ വീട്ടിൽ രാത്രിയായപ്പോ ആമി വന്നു കിളിക്കാൻ വെട്ടി വന്നിട്ടുണ്ട്. ഓ എന്തൊരു ഇഷ്ടമെന്ന് അറിയാമോ അവക്ക്? എൻ്റെ തക്കയാണ്, എൻ്റെ പൊന്നാണ്. ഒന്ന് ചിരിച്ചാണ് ബാബു. എങ്ങനെ നീ
ആ അന്ന് എവളെയും കൊണ്ട് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവർക്കും തോന്നുന്നു കുറച്ച് നേരം എല്ലാം അന്ന് ഇവിടെ ഇരുത്തിയിട്ട് വിടായിരുന്നു. ഇന്ന് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, നൈറ്റ് ആയതുകൊണ്ടേ പുറത്തിറങ്ങിയാലും പേടിക്കാനില്ല. പക്ഷെ അന്ന് രാവിലെയല്ലേ കൊണ്ടുവന്നേ, അപ്പോൾ എവളെ കെട്ടിയിടണമെങ്കിൽ കെട്ടിയിട്ടെടുത്ത് കൊണ്ടുവന്ന് ഗുണ്ടു വന്ന് കടിക്കും. ഇനി ഗുണ്ടുവിനെ കെട്ടിയിട്ടാൽ എവളുണ്ടല്ലോ ഇപ്പം 2 പ്രാവശ്യം മതിൽ ചാടിയിട്ട് വീണ്ടും വന്നതാണ്. മതിൽ ചാടും, അതിലേ ചാടും, പിന്നെ ഇതിലേ കയറി വരും. അതാണ് എവളെ കെട്ടിയിടാൻ പറ്റൂല. ഇതിനകത്ത് ഗുണ്ടുവിനെയും കൂടി അവള് മതിൽ ചാടാൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ കള്ളിക്കുട്ടി ഗുണ്ടുവിനെ പോലെയാണല്ലേ എവളെയും മുഖവും മൂക്കും കണ്ണും ഒക്കെ ആ ചിരിയും. എല്ലാവർക്കും തെറ്റിത് ഇവള് മാറിപ്പോവും. ഇതാണ് തെളിവ്, അല്ലാതെ എവളെ അറിഞ്ഞൊന്നും കൂടാ. ഗുണ്ടു ആമിയും ഇരട്ടകളാണ്, ഇരട്ടകൾ. അമ്മേരെ കറക്റ്റ് ഫോട്ടോ കോപ്പിയാണ് അല്ലേടാ. അങ്ങനെ ഇവളെ കുറച്ച് നേരമെങ്കിലും ഇരുത്താതെ അല്ലെങ്കിൽ കളിപ്പിക്കാതെ ഒന്നും ഞാൻ വിടൂല. പക്ഷെ അന്ന് ഇങ്ങനെ എടാ ഇതൊരു അല്ലാത്ത കോപ്പിയാണ്, ഇതല്ലാത്ത കോപ്പി. എവിടെ എൻ്റെ ഫോട്ടോ കോപ്പി എവിടെ? ഇപ്പം ഇതാ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടാൽ എവള് കുഴപ്പമില്ല, നമുക്ക് ചാടിപ്പോയാലും പേടിക്കായില്ല. അയ്യോ എടി നീളത്തിന് അടി കെട്ടി സ്നേഹമാണ് ഉണ്ട് ഒരു ഫോട്ടോ. അപ്പോ സ്നേഹം ആ ആ ആ ഉടായിപ്പാണ്. ഇതൊരു ശുണ്ടിരി മോള്. എടാ എന്റെ വണ്ടി കയറിയിരിക്കുന്നു തള്ളേ. അതിടല്ലേ അമ്മ? എന്ത് കടിക്കണ നോക്ക്. വിടടി പിന്നെ വിടടി പിന്നെ വിടടി പിന്നെ വിടടി. പിടിക്കുമല്ലേ നീ എന്നെ? ആര് കൊണ്ടു അത്? ഇത് ചിരിക്കുടുക്കയാണ് നമ്മളെ ചിരിക്കുടുക്ക ബേബി. എന്തിടാ എവിടെ ആ തുറന്ന് ചിരിയടി. എടി ചിരിയടി, എടി ഇത് ചിരിയടി. ഇങ്ങനെ വെടി. അയ്യോ മതി. ഗുണ്ടുവിന് ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിൽ പറഞ്ഞതിൽ ശാന്തമാമീനെ നമ്മളെ കഴിഞ്ഞ് ആടെയാണ് ഇഷ്ടം കേട്ടോ. കണ്ടോ, ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല എൻ്റെ അമ്മയും. അമ്മാമേനെ നമ്മൾ ഇത് പറയാം, അമ്മാമ അറിയാലോ, അമ്മമ്മ വരുമ്പോഴേ ചാടിത്തുള്ളി അമ്മാമേരെ പുറത്താണ് ആള്. അതുകൊണ്ട് അമ്മാമ്മ ഗേറ്റ് അവനെ കെട്ടിയിട്ടിട്ടേ ഞാൻ അകത്ത് കയറും എന്നും പറഞ്ഞാണ് അമ്മാമ നിൽക്കുന്നത്. പക്ഷെ ശാന്തമാമയോട് കണ്ടോ, അമ്മാമ പിന്നെ അങ്ങ് സഹിക്കും. അയ്യോ അല്ല ഞാൻ മാറ്റി കൊടുത്തു പിന്നെ അവസാനം. അങ്ങനെ പിന്നെ അത് ആള് കണ്ടോ, വിട് എന്നെ വിട് ഞാൻ പോട്ട് എനിക്ക് പോണോന്നും പറഞ്ഞ് അങ്ങനെ ഭയങ്കര ബഹളമാണ്. ശാന്താമ്മ വന്ന ആള് കൂടെ ഭയങ്കര ഇഷ്ടം. കണ്ടോ പോയി, നമ്മളൊന്നും വേണ്ട പിന്നെ കണ്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറെ നേരം അവരൂടി നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തരിക. ഇത് പിന്നെ ഞങ്ങൾ ഒരു ദിവസത്തെ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. സംഭവം ഇത് ഞാനും അച്ഛനും വണ്ടിയിലെ കുറച്ച് കാര്യങ്ങളും ഇൻഷുറൻസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജും വന്നതും ഒക്കെ ഞാൻ അച്ഛന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം ഗുണ്ടു വന്ന് നമ്മൾ രണ്ടുപേരും നടുക്കേറി ഇരുന്ന് ഞാനും ഉണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. എല്ലാവരും കമന്റ് ഇടുക, ഞാൻ വോയിസിൽ മറുപടി തരുന്നതാണ് ഗൈസ്. ഇപ്പൊ അമ്മയ്ക്ക് അതൊരു വലിയ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ട് ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ്, നമുക്ക് വീഡിയോ എടുത്ത് തരാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. സോ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ് ഈ വോയിസ് കമന്റ് വന്നതിൽ. പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. ബൈ ബൈ.